Devikas Kitchen Recipesലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഓണത്തിന്റെ റെസിപ്പീസ് ഒക്കെ ആണല്ലോ ഇടുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ രണ്ടും ഓരോ ടീസ്പൂൺ വെച്ച് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഒരുപാടെങ്ങും നമുക്ക് മൂപ്പിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള ഒരുപാട് നമുക്ക് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നും വഴറ്റണ്ട. ഇതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. അന്നേരം പെട്ടെന്ന് തന്നെ സവാള അങ്ങ് വഴന്ന് കിട്ടും. ചെറുതായിട്ട് ഇതൊന്ന് വാടി വന്നാൽ മതി, അല്ലാതെ നമ്മൾ ഒരുപാട് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെയൊന്നും വഴറ്റണ്ട. സവാളയൊന്നും വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ഉപ്പിട്ട് പുഴുങ്ങിയതിന് ശേഷം നന്നായിട്ട് ഉടച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതും കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊട്ടറ്റോ ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് നമ്മൾ സവാളയ്ക്കകത്തിൽ ഉപ്പിടുമ്പോൾ അത് അനുസരിച്ച് വേണം ഉപ്പിടാനായിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ്, ക്യാരറ്റ്, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ പച്ചമുളകിൻ്റെയും കൂടെ എരിവ് വരുമ്പോഴത്തേക്ക് എൻ്റെ മക്കൾ കഴിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാഞ്ഞത്. അപ്പോൾ അത് വേണ്ടവർ ഉള്ളി വഴറ്റുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും കൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ മസാലകളാണെന്നുണ്ടെങ്കിലും ഇവിടെ ഞങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഞാൻ ചേർത്തേക്കുന്നത്. കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ച് കൂടുതൽ മസാലകൾ ചേർത്ത് കൊടുക്കുക. എരിവെല്ലാം വേണ്ടതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നെടുക്കാം. അപ്പം മല്ലിയിലയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം വേണം നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂട് മാറട്ടെ. അപ്പോൾ ഇനി ഞാനിവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡിലുള്ള ഈ ബ്രൗൺ കളർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണമെന്നില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഞാനതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തുന്ന ഇതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പീസുകളും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ഈ ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് വെക്കരുത്. ഒരുപാട് ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല, അത് പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഫില്ലിങ് ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമ്മളുടെ വിരലിൽ ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം ഈ 4 സൈഡിലും നമുക്കിതൊന്ന്
ഈ ചെറുതായിട്ട് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കാം. അതിപ്പോൾ പെട്ടെന്ന് ഒട്ടി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട, നമ്മളുടെ വിരലിൽ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചതിന് ശേഷം ഇതുപോലെ 4 സൈഡിലും ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ എല്ലാം ഒന്ന് വെള്ളം നനച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം ഇത് നന്നായിട്ട് കവറായിട്ട് ഇരുന്നോളും. എല്ലാ സൈഡും നന്നായിട്ട് തന്നെ ഇതുപോലെ ഒട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അത് എണ്ണയിലേക്ക് ഇടുന്നുടനെ അതങ്ങ് പൊട്ടിപ്പോകും, ഫില്ലിംഗ് ഒക്കെ പുറത്തു പോകും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒട്ടി വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം നനച്ചത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് അമർത്തി കൊടുത്താൽ മതി. അന്നേരം അതങ്ങ് ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് ഇത് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ഞാനൊന്ന് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ അതാ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാവാനായിട്ട് വെക്കുകയാണ്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നുമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മളുടെ അകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ അതുകൊണ്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതെല്ലാം 2 സൈഡും ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സമോസയാണ്. ഇതാകുമ്പോൾ നമുക്ക് വേറെ സമോസ ഷീറ്റൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്